ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ഫ്രോക്കാണ് കേട്ടോ. ബേബീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പറയണേ. ഇതൊരു പക്ക ട്യൂട്ടോറിയൽ വീഡിയോ അല്ല കേട്ടോ, ഇതൊരു മേക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ ട്യൂട്ടോറിയൽ കിട്ടും. നിങ്ങൾക്ക് കുറച്ചൊക്കെ തയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തുന്നിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേബി ഫ്രോക്കാണ്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ SJ ഡിസൈൻസിന്ന് എടുത്ത ഒരു മെറ്റീരിയലാണിത്. മീറ്ററിന് 180 റുപ്പീസ് വരുന്ന ഹക്കോബയിൽ പ്രിൻ്റ് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഡ്രസ്സല്ല 2 ഡ്രസ്സ് ചെയ്യണം. ഒരു കുഞ്ഞി ഫ്രോക്കും പിന്നെ നമസ്വിക്ക് ഒരു ഡ്രസ്സും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കുഞ്ഞി ഫ്രോക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഞാനതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ഒരു പെൻസിൽ ഒരു പേനയും എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ എനിക്കതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമസ്വിയുടെ പഴയ ഒരു വയസ്സുള്ളപ്പോഴത്തെ അല്ലെങ്കിൽ അടുത്തൊരു ചെറിയ പ്രായത്തിലുള്ളപ്പോഴത്തെ ഒരു ഫ്രോക്കാണിത്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്, ഓർമ്മയ്ക്ക് അതെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ലെങ്ത്ത് ചെസ്റ്റ് വണ്ണം, നെക്കിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് ഞാൻ തുന്നാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുകയാണ്. ഫുൾ ലെങ്ത്ത് വരുന്നത് ഒരു 15-15.5 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. യോക്ക് ലെങ്ത്ത് ഒരു 6.5 ഇഞ്ചുണ്ട്. ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കണമെങ്കിൽ നമ്മൾ ഈ ബട്ടണൊക്കെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് എടുക്കണം. അങ്ങനെയാണല്ലോ ഇതിടുക. പിന്നെ ഇത് നല്ല രസമായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ തുന്നിയെടുക്കുന്നത്. ചില സമയത്ത് നമുക്ക് തോന്നും ഈ ഒരു കുഞ്ഞ് ബേബി ഫ്രോക്ക് തുന്നിയപ്പോൾ എന്താ അത്ര ബുദ്ധിമുട്ടെന്ന്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്തും വിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് ഫ്രണ്ടിലെ നെക്ക് ഒരു 2.5 ഇഞ്ചും ബാക്കിൽ 1.5 ഇഞ്ചാണ്. ടോട്ടൽ ഷോൾഡർ 4 ഇഞ്ചാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. അതായത് നമ്മൾ മടക്കി മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച്, അതായത് 8 ഇഞ്ച്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ നമുക്ക് ഈ അസസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. എഴുതി വെക്കണമെന്നില്ല, ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് 15.5, യോക്ക് 6.5, നെക്ക് 2.5, 1.5 ഡെപ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഷോൾഡർ 4 മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ആം ഹോൾ നമ്മൾ 4.5 മാർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ. പിന്നെന്താണ്, യോക്കിൻ്റെ ലെങ്ത്ത് നമ്മളെടുത്തു. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണം. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അപ്പോൾ 15 6.5 പോയി കഴിഞ്ഞാൽ ബാക്കി 9 ഇഞ്ച് കേട്ടോ, അല്ലേ? ശരിയല്ലേ? ഓക്കെ, 4. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്. 4 ഇഞ്ച് ഷോൾഡർ, 4.5 ഇഞ്ചിൽ ആം ഹോൾ വരച്ചു. ഫ്രണ്ട് കൈക്കൂടി കുറച്ച് കുഴിച്ച് വരച്ച് ജസ്റ്റ് ആ ഒരു ഡ്രോയിങ് മാത്രം. 5 ഇഞ്ച് താഴെയും മീതെയും എടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലൊരു 5.5 6 എടുക്കാം. 6 എടുക്കണമെന്നില്ല, 6 4 24 അത്ര വേണ്ടല്ലോ, 5 മതി, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ താഴെ 5 തന്നെ ഇതാക്കാം. ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഡ്രാഫ്റ്റ്. പിന്നെ സ്കേർട്ട് പോർഷനുള്ള പാർട്ട് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഞാൻ കാണിക്കാം അത് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് തുണിയുടെ എന്ന് പറയുന്നത് ഒരു 6.5, മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്ക്കാൻ, താഴെ ഒരു 1/2 ഇഞ്ച് അലവൻസ്, ടോട്ടൽ 7.5 ഇഞ്ച് ഹൈറ്റിലുള്ള തുണി നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 എന്നുള്ളത് മാറ്റി 1.5 ആക്കുന്നുണ്ട് സെയിം അലവൻസ്. അപ്പോൾ ആ ഒരു പരിപാടി യോക്കിൻ്റെ ഡ്രാഫ്റ്റ് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷൻ്റെ ഡ്രാഫ്റ്റാണ്. അതങ്ങനെ ഡ്രാഫ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. 9 ഇഞ്ച് നമുക്ക് റെഡി ലെങ്ത്ത് വേണം. 1/2 ഇഞ്ച് മീതെ ജോയിൻ ചെയ്യാൻ, 2 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ. ഇത്തിരി വീതിയിലാണ് മടക്കി തയ്ക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു 11.5 ഇഞ്ച് അതാണ് ഹൈറ്റ് വേണ്ടത്. ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഫ്രില്ല് എത്ര കൊടുക്കുന്നുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇനി ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നെക്കിൽ ക്യാൻവാസ് ഒന്നും വയ്ക്കുന്നില്ല, അടിച്ച് മറിച്ച് എടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് യോക്ക് പോർഷൻ ഇതിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഒരു ലെവൽ ചെയ്യാനായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ചോക്കാണ്, അത് വെച്ച് ഇതിൽ വരച്ചിട്ടൊന്നും കാണാനുമില്ല. അപ്പം ഞാൻ ചെറിയൊരു പെൻസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, കളർ പെൻസിലൊന്നും വെച്ച് തുണിയിൽ വരയ്ക്കാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ കയ്യിൽ വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കളർ പെൻസിൽ എടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിലും 4.5 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കുട്ടിക്ക് ഈ ഒരു സൈസ് കറക്റ്റായിരിക്കും കേട്ടോ. 0 to 6 months, ഒരു 1 ഇയർ വരെ. എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രോക്കാണ് അത്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ ഒരു 1 ഇയർ ഓൾഡ് കുട്ടി, പിന്നെ കുട്ടികളുടെ തടി ഓക്കെ ഒരു 20-21 ഇഞ്ചൊക്കെ സൈസ് ആ സമയത്തേക്ക് വരേണ്ടാവുള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോള് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ച് മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല.
ഉണ്ടെങ്കിൽ അത് വെച്ച് മാർക്ക് ചെയ്യൂ, ഇല്ലയാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് മാർക്ക് ചെയ്യോട്ടെ. ഒരു 3/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി വരച്ചിട്ടാണ് ആ ഒരു കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ മുന്നേ പറഞ്ഞത് ഒരു പക്ക ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ഇതൊരു പ്രോസസ്സ് വീഡിയോ ആണ്. ഇതിൽ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പറഞ്ഞു തരാവുന്ന പറ്റുന്ന മാക്സിമം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മോർ ദാൻ ട്യൂട്ടോറിയൽ വീഡിയോ, അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് കണ്ടിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. എന്തായാലും അതിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ ആ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും ആദ്യം നമ്മൾ ബാക്ക് ആം ഹോളിലൂടെ കട്ട് ചെയ്തു, ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ലൈൻ. ഷോൾഡർ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 4 ഇഞ്ച്, അതിൽ കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് ബോഡി മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ബോഡി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ കുറച്ച് താന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തോളൂ. പക്ഷേ എന്നാലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വെട്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് വെട്ടാനുള്ളത് എന്താണ്, സ്കേർട്ടിലേക്കുള്ള ലൈനിങ് ആണ്. അപ്പോൾ അതിൻ്റെ വീതി നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയുടെ ഒപ്പം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു മിനിമം എടുക്കണുള്ളൂ. ഇപ്പോൾ ഞാൻ നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു യോക്ക് കഴിഞ്ഞിട്ട് ഇത്രയും അഡീഷണലേ ഉള്ളൂ. അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു 12 ഇഞ്ച് 11.5 ഇഞ്ചല്ലേ പറഞ്ഞത്, അതിനേക്കാൾ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു 44 ഇഞ്ച് വീതിയുള്ള തുണിയാണല്ലോ ഇത്. ആ 44 ഇഞ്ച് ഒരു ഭാഗത്തേക്കും 44 ഇഞ്ച് അടുത്ത ഭാഗത്തേക്കും, അതായത് അതിൻ്റെ ഫുള്ള് വിഡ്ത്ത്, തുണിയുടെ ഫുള്ള് വിഡ്ത്ത് എടുക്കുന്നുണ്ട് പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു വള്ളിക്കുള്ള തുണി കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ മടക്കി വെച്ചിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ മടക്കി വയ്ക്കുമ്പോൾ എനിക്കൊരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചിലുള്ള വള്ളി അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ 2.25 ഇഞ്ച്, ഏകദേശം അതിൻ്റെ ഒരു സൈസ് പറയുന്നത് 2.25 ഇഞ്ചായിരിക്കും വീതി, അതിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആലോചിക്കുന്നത് സ്ലീവ് എങ്ങനെ വേണമെന്നാണ്. അപ്പോൾ ആ ഫ്രോക്കിലുള്ള പോലെ തന്നെ ചെറിയൊരു ഫ്രില്ല് കൊടുക്കണ പോലെ വരണ പോലെ എന്താണ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവിനുള്ളത് കട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ റെക്കോർഡ് ഓൺ ആക്കിയില്ല, അതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്യണത് ഇതിൽ കിട്ടിയില്ല കേട്ടോ. ഐ എം വെരി സോറി. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പഫ് സ്ലീവിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അഡീഷണൽ ഇട്ടിട്ട് കട്ട് ചെയ്യില്ലേ, ഇങ്ങനെ കുറച്ച് ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കാം. അത് ഞാൻ കട്ട് ചെയ്തതിൽ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ദെൻ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സ്കേർട്ട് പോർഷനിൽ കണ്ടോ, എൻ്റെ ബാക്ക് സൈഡിൽ ആ ഓപ്പണിങ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലാക്കറ്റൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി, നല്ല ഫിനിഷിങ് ഉണ്ടാവും തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇതിലും അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം യോക്കിൽ നിന്ന് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഓപ്പണിങ് ഉണ്ടെങ്കിലാണ് കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ സുഖം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞാനൊരു 4 ഇഞ്ചിൽ താഴത്തേക്ക് ഒരു കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കട്ട് ഒരു പീസിൽ, അതാണ് നമ്മുടെ ബാക്ക് പീസ്. ഇനി നമുക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് കൊണ്ടുപോകാം. അതിന് മുന്നേ നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടില്ല, കാരണം ഇതിൽ നമ്മൾ ക്യാൻവാസ് വെക്കണില്ല. അപ്പോൾ 1.5 ഇഞ്ച് വീതിയും 3 ഇഞ്ച് താഴത്തേക്ക് എടുത്തിട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ വരച്ച ലൈനിൽ തന്നെ വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1.25 ഇഞ്ച് വരും ഒരു സൈഡ് നെക്കിൻ്റെ വീതി. അപ്പോൾ അത്രയും മതി, അതിലും കൂടുതലൊന്നും വേണ്ട. അതിലും കൂടുതലാക്കി കഴിഞ്ഞാൽ നെക്ക് ഇങ്ങനെ അകന്ന് കൂട്ടോ കുട്ടികൾക്ക്. ബാക്ക് നെക്ക് ഒരു 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 ഇഞ്ച് ഇറക്കം, 1.5 ഇഞ്ച് വീതി തന്നെ. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിലെ നെക്ക് ഒരു 1.5 ഇഞ്ചിൽ, ഫ്രണ്ടിലെ നെക്ക് നമുക്ക് 2.5 ഇഞ്ചിലായിട്ട് കിട്ടും. നമ്മൾ അടിച്ച് മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒരു ബെറിറ്റോ മെത്തേഡ് അല്ല, പക്ഷേ നെക്കൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ലീവ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ എല്ലാ ഭാഗവും കൺസീൽ ചെയ്ത് തുന്നാൻ പറ്റുക വെച്ചാൽ അങ്ങനെയാണ് തുന്നാം കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ, നമുക്ക് ഇതിന്ന് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് വെച്ച് തുന്നാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്ലോത്ത് വേണം. അതായത് ബാക്ക് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 2 ഓപ്പണിങ് ഹുക്കും ഐയും തുന്നാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞാലും ഉള്ളിലെ റോ എഡ്ജ് ബയാസ് സ്ട്രിപ്പ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യും. ആ റോ എഡ്ജ് മാത്രമല്ല, നമ്മൾ ഉടുപ്പ് 2 ഭാഗം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റോ എഡ്ജ് ഉണ്ടാവില്ലേ, അതും ഫിനിഷ് ചെയ്യും കേട്ടോ. ചെറിയ കുട്ടികൾക്കാകുമ്പോൾ എപ്പോഴും അതാണ് നല്ലത്. രണ്ടും ഇതെല്ലാം കോട്ടൺ ആണ്, എന്നിരുന്നാൽ പോലും എത്രയ്ക്ക് ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അടുത്ത പരിപാടി ഇതാ, നൂല് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് മാച്ചിങ് കളർ കിട്ടി. നെക്സ്റ്റ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്രോസ് പീസ് എല്ലാം എടുത്തിട്ട് ജോയിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
എല്ലാവരും ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണിയുടെ റൈറ്റ് സൈഡിൽ ലൈനിങ് വെച്ച് അടിച്ച് അത് ആ നെക്ക്, അതായത് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്, നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ റോങ് സൈഡിലേക്ക് മറിക്കുക. അപ്പം നെക്ക് തയ്യൽ തുമ്പൊന്നും ഇല്ലാതെ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നെക്ക് നമ്മുടെ ഫിനിഷായി. അതിന് ശേഷമാണ് ഞാൻ ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ഒന്ന് വെച്ച് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്യണത് കേട്ടോ. അതിന് മുന്നേ വരെ നമ്മൾ ലെവൽ ചെയ്തിട്ടുണ്ടായതിൻ്റെ കുറച്ച് അഡീഷണൽ ഇട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. കാരണം ഇങ്ങനെ മറിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അയൺ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അയൺ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇത് കോട്ടൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നഖം വെച്ച് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ അത് കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മെയിൻ ഫാബ്രിക്കും നമ്മുടെ ലൈനിങ്ങും ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്യാണ്. ഈ ഒരു സൈഡിലൊക്കെ ഒരു ചെറിയ പോയിൻ്റ് എക്സ്ട്രാ നിർത്തണമെങ്കിൽ നിർത്തിക്കോളൂ, കുഴപ്പമില്ല. ഏറ്റവും അവസാനം തുന്നി കഴിഞ്ഞ് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടാണ്. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ നെക്ക് മാത്രമേ അടിച്ച് മറിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഇപ്പോൾ അടിച്ച് ഒറ്റ തുണി ആക്കരുത്. അത് അടുത്ത പീസും കൂടി അടിച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും. ആ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യാണ്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരേപോലെ ഒരേ സൈഡിൽ വരണ പോലെ വെച്ചിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. എത്രയാണോ നമ്മൾ അലവൻസ് ഇട്ടിട്ടുള്ളത് അത്ര മാത്രം എടുത്തിട്ട് ജോയിൻ ചെയ്യുക. 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ ഷോൾഡറും ഇങ്ങനെയാകുമ്പോൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും എന്ത് വന്നു, ഉള്ളിലേക്ക് കൺസിലായി. ഓക്കെ, ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു സ്റ്റിച്ച് കൊടുത്തു, എഗെയിൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ നിവർത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് മറിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ നെക്കിനെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തുണി ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്, അതായത് ഒറ്റ തുണിയാക്കി മാറ്റാൻ പോവാണ്. ഇവിടെ ഒരു ടിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിലെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ആ തയ്യൽ തുമ്പ് കൃത്യമായിട്ട് ഒരു സൈഡിലേക്ക് തന്നെ അലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ആ ഒരു ഭാഗം ഒരേ സൈഡിലേക്ക് തന്നെ വരുന്ന പോലെ വെച്ചതിന് ശേഷം തുന്നി കൊടുക്കുക. അങ്ങനെയാകുമ്പോഴാണ് നല്ല ഫിനിഷിങ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കും കേട്ടോ. ഇത് തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് എക്സസ് ഉള്ള മെയിൻ ഫാബ്രിക്കിൻ്റെ പാർട്ട് എന്തെങ്കിലും എക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ളത് ലൈനിങ് ആണ്, മെയിൻ ഫാബ്രിക് അല്ല. അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക്കിലുള്ള ഈ എക്സസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ലൈനിങ് അധികമായിട്ട് കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണേ. അങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ അളവ് മാറും കേട്ടോ, കുറഞ്ഞു പോവും. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സംഗതി താഴത്തെ ഭാഗം നമ്മൾ കർവ് ചെയ്ത് വെട്ടിയിട്ടില്ല, അതായത് നമ്മൾ സ്കേർട്ടൊക്കെ ആയിട്ട് തുന്നുന്ന സംഭവം തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജ് 4 മടക്കിയിട്ടിട്ട് ഒരു 3/4 ഇഞ്ച് മീതേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വെട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബാക്ക് പാർട്ട് മടക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പരിപാടി എന്താണ്, നമുക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ ഹുക്കും ഐയും വയ്ക്കുന്ന ആ 2 പട്ട അത് തുന്നിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു പീസ്, അതിലൊരു പീസ് എടുത്തിട്ടുണ്ട്, അത് ഹാഫാക്കിയിട്ട് അതിലൊരു പീസ് എടുത്തിട്ടുണ്ട് ഹുക്കിൻ്റെ ഭാഗം വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടാവും. അതായത് ഞാൻ തുണി എടുത്തിട്ടുള്ളത് ഒരു 1-1.25 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതാ ഇങ്ങനെ നടുമടക്കിയിട്ട് 3/4 ഇഞ്ച് ആക്കിയിട്ട് ഇതാ ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് തുന്നി കൊടുത്തിട്ടുള്ളത്. കാരണം നെക്ക് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തതല്ലേ, അവിടെ റോ എഡ്ജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിവർത്തുമ്പോൾ ഇവിടെ ക്ലീൻ എഡ്ജായിട്ട് കിട്ടും. അതിനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ ഇപ്പുറത്തേക്ക് മടക്കി വെച്ച് തയ്ക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും, ഇതിലെന്താ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ന് വിചാരിക്കണ്ട, പറയുമ്പോൾ എല്ലാം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഐ വയ്ക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ ഞാൻ
കുറച്ചും കൂടി വീതിയുള്ള തുണിയാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഐ വെക്കുന്ന തുണി മുഴുവനായിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ച് അടിക്കില്ലല്ലോ. ഹുക്കിൻ്റെ പട്ട വയ്ക്കുന്ന പോലെയല്ലല്ലോ ഐയുടെ പട്ട വയ്ക്കാതെ. ഇപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇവിടെ എക്സസ് വന്നിട്ടുള്ള എഡ്ജ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം താഴത്തെ ഭാഗത്തെ. എന്നിട്ട് അതിനിങ്ങനെ മടക്കിയിട്ട് ഈ ഒരു പോയിന്റിൽ ആ സ്റ്റിച്ചിങ് ലൈനിൽ തന്നെ ജോയിൻ ചെയ്യല്ലേ ചെയ്യാം. നേരെ ഇപ്പുറത്തേക്ക് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ വീതിയിൽ വ്യത്യാസം വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് വരണത് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഞാനത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അതിന് ശേഷം നമ്മൾ നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ അടിച്ച് മറിച്ചപ്പെട്ട് കൊടുത്തിട്ടുള്ളൂ. അവിടെ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല, നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഞാനൊരു സ്റ്റിച്ചേ ചെയ്തുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. കാരണം അത് അഴിഞ്ഞ് പിന്നീട് പോരണ്ടല്ലോ, നമുക്ക് ലാസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനായിട്ട് വെക്കുക. ഉള്ളിൽ 2 സ്റ്റിച്ച് കൊടുക്കുക, ഞാൻ വിട്ടുപോയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. വലിയ അഭംഗിയൊന്നും ആവില്ല, പക്ഷേ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ഒരു ഫിനിഷിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ സ്ലീവിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയാണ്. കുറച്ച് ഫ്രിൽസ് കൊടുക്കുന്നതുകൊണ്ട് ഒരു 4 ഇഞ്ച് മടക്കി വെച്ചിട്ട് 4 ഇഞ്ച്, അതായത് ടോട്ടൽ 8 ഇഞ്ചിൽ ഗ്യാദേഴ്സ് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അറിയാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് മടക്കി ഇടിക്കാം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ, ടോട്ടൽ ഒരു 1/4 ഇഞ്ച് വീതി അടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന പോലെ ഞാൻ 2 സ്ലീവിൻ്റെയും അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് സ്പീഡിൽ കാണിച്ച് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് പറയുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ പറഞ്ഞുള്ളൂ, ഇത് പക്കാ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പീസും ഇങ്ങനെ എളുപ്പത്തിന് ഒന്നിച്ചങ്ങ് അടിച്ചിട്ട് പിന്നെ അതിനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, സാധാരണ രീതിയിൽ ചെയ്യുക. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ലോങ് സ്റ്റിച്ച് ഇട്ട് അടിച്ചതിന് ശേഷം ആ ഒരു ത്രെഡ് അടിയെന്നോ മീതെന്നോ എവിടെന്നെങ്കിലും വലിച്ചിട്ട് അതവിടെ ഗ്യാദേഴ്സായിട്ട് അറേഞ്ച് ചെയ്യും. അതല്ല നിങ്ങൾക്ക് നൈഫ് പ്ലീറ്റ് പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുക്കുന്നതായിരിക്കും കുറേയും കൂടെ ക്യൂട്ടായിട്ടുണ്ടാവാം. ഒറ്റ സ്ട്രെച്ചിൽ വോയിസ് കൊടുത്ത് വരുമ്പോഴത്തേക്കും ശ്വാസം കിട്ടാത്ത ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു നൂല് ഞാൻ അടിയിൽ നിന്ന് വലിക്കുന്നതാണ്, ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലായില്ല. നമ്മൾ താഴെയൊന്നും ചെയ്യണില്ല, ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ടിപ്പിൽ മാത്രം കുറച്ച് ഗ്യാദേഴ്സ് വരണ പോലെ കിട്ടും. അങ്ങനെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഒന്നുമില്ല, വെറും സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണോ സ്ലീവ് ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം കേട്ടോ. ഈ ഒരു സ്ലീവ് പിടിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ കൺസീൽ ചെയ്ത് ഇരുന്നത്. വേണമെങ്കിൽ മെയിൻ ഫാബ്രിക്കിലേക്ക് മാത്രം സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ അത് ബെറിറ്റോ മെത്തേഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കുറച്ച് ശ്രമകരമാണ് ആ പരിപാടി, അതുകൊണ്ട് ഞാൻ അത് വിട്ടു. സ്ലീവ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ക്രോസ് പീസ് വെച്ച് ഉള്ളിൽ ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും തയ്യൽ തുമ്പ് കൊണ്ടുള്ള ഇറിറ്റേഷൻ കുട്ടിക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരു സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സ്ലീവ് അതേപോലെ തന്നെ ചെയ്തെടുക്കുക. നെക്സ്റ്റ് പരിപാടി എന്താണ്, നമ്മുടെ സ്കേർട്ട് പാർട്ട് ഫിനിഷ് ചെയ്യലാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് താഴത്തെ ഭാഗം മടക്കി അടിക്കുക എന്നുള്ളതാണ്. 2 ഇഞ്ച് നമ്മൾ അടിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഈ ബാക്ക് പാർട്ടിൽ, അത് നമ്മളിങ്ങനെ ഒരു പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യണ പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളൊരു 1 ഇഞ്ച് വീതി വരണ പോലെ തുണി മടക്കിയിട്ട് ആ ഒരു കട്ടിട്ട ഭാഗത്തു കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഒന്നാട് മടക്കിയിട്ട്, അതായത് ടോട്ടൽ അതൊരു 1.5 ഇഞ്ച് വീതി ഉണ്ടാവും. എന്നിട്ട് ഈ എക്സസ് വന്ന എഡ്ജ് ട്രിം ചെയ്ത് കൊടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വെച്ച് തയ്ച്ചെടുത്തു. അതിന് ശേഷം ഈ തുണീനെ നടു മടക്കി ഇപ്പുറത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് ഉള്ളിലേക്ക് ഇരിക്കും കേട്ടോ. നമ്മൾ ഡ്രസ്സിൻ്റെ പ്ലാക്കറ്റൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫിനിഷിങ്ങിൽ ആ ബാക്കിലെ ഓപ്പണിങ് ഇരിക്കുന്നതായിട്ട് ഞാൻ റെഫറൻസ് എടുത്ത ഫ്രോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നേ ഇങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ ഇതിലിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ കേട്ടോ. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ എന്താണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്ക് പാർട്ട് തൽക്കാലം നമുക്ക് അവിടെ വയ്ക്കാം. ഇനി നെക്സ്റ്റ് പരിപാടി ഇതിൻ്റെ ആം ഹോൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഭാഗം ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം ക്രോസ് സ്ട്രിപ്പ് വെച്ചിട്ട്
ഇതാ ഇങ്ങനെ ക്രോസ് സ്ട്രിപ്പ് വെച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രോസ് സ്ട്രിപ്പ് വെച്ച് ഫിനിഷ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ക്രോസ് സ്ട്രിപ്പ് ഒരു 1.5 ഇഞ്ചിൻ്റെ ക്രോസ് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് ആദ്യം എന്താ ഈ ആം ഹോളിൻ്റെ സീം അലവൻസിൽ മാത്രം സ്റ്റിച്ച് വരുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഭാഗത്തേക്ക് അത് ഇങ്ങനെ വരും. എന്നിട്ട് ഇതാ ഇതേപോലെ മടക്കി വെച്ച് പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ആം ഹോള് നല്ല വൃത്തിയായി. ഇപ്പം നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യില്ലേ, സ്ലീവ്ലെസ്സിന് പൈപ്പിംഗ് ചെയ്യുന്ന അതേപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഈ വള്ളി അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. വള്ളി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ജസ്റ്റ് അടിച്ച് മറിച്ചെടുക്കുകയേ വേണ്ടൂ. അതുകൊണ്ട് ഞാനത് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചിട്ടില്ല കേട്ടോ. ഒരൊറ്റ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്രണ്ടിൽ വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്. ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കണത് കേട്ടോ. ഇനി നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ഗാദേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ടോട്ടൽ ഫാബ്രിക്കിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ നൂല് വലിച്ച് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് അതിലേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ അവിടെ ലൈനിങ്ങും മെയിൻ പാർട്ടിൻ്റെ അവിടെ മെയിൻ പാർട്ടും വെച്ച് അടിച്ചിട്ടാണ് കൺസീൽ ചെയ്തത് തുന്നുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീതെ മെയിൻ പാർട്ടിൻ്റെ നല്ല ഭാഗത്ത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരണ പോലെ തുണീനെ അലൈൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് അലവൻസ് ഇട്ടിട്ടുള്ളത്. 1/2 ഇഞ്ച് മാത്രം എടുത്തിട്ട് അതവിടെ ആ പ്ലീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ വെച്ചിട്ട് അതായത് അതിൻ്റെ തുമ്പുണ്ട്, നമ്മളിങ്ങനെ ഗ്യാദേഴ്സ് കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് ചുരുങ്ങിയിട്ടൊക്കെ നിൽക്കും. അതൊക്കെ പിടിച്ച് സ്ട്രെയിറ്റ് ആക്കി തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് തന്നെ വരുന്ന പോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ ഒരു ബലത്തിന്. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ആ പ്ലീറ്റ്സിൻ്റെ തെറ്റഭാഗം ഉള്ളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് പുറത്തേക്ക് ഇങ്ങനെ അഭംഗിയായിട്ട് കാണും. പിന്നെ രണ്ടാമതഴിച്ച് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നീറ്റായിട്ട് ചെയ്യാട്ടോ. ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നല്ലതല്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മറിച്ച് വെച്ചു. ലൈനിങ്ങിൻ്റെ ഭാഗമാണ്. ലൈനിങ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഇപ്പുറത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് മാത്രം, രണ്ടും ഒരേ ഭാഗത്തല്ല അപ്പുറത്തും ഇപ്പുറത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഗ്യാദേഴ്സ് ഒന്ന് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ തുണിയുടെ വിട്ടിലേക്ക് ഒന്ന് പിടിച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയിൽ താഴത്തെ തുണിയും നല്ലപോലെ അല്ലേ ഇരിക്കുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് നോട്ട് ചെയ്യുക. അഴിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് കുറേ അഴിക്കേണ്ടി വരും. എന്താ പറയുക, അഴിച്ചുപണി ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ തന്നെ ഇത് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറേ അഴിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് മാക്സിമം അഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഉള്ളിലൊന്നും എന്താ പറയുക പിടിച്ചിരിക്കാതെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അഴിക്കൽ പരിപാടി കുറേയൊക്കെ ഒഴിവാക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞു പോണത്. അപ്പോൾ ഇതാ ഇങ്ങനെ വരും, ഉള്ളിൽ നല്ല നീറ്റായിട്ട് വരും കേട്ടോ. നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് ചെയ്യാം. ഇപ്പുറത്തെ ഭാഗത്ത് ചെയ്യാനായിട്ട് നമ്മളിതാ സ്കേർട്ട് പാർട്ട് ഇതിങ്ങനെ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കട്ട് ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തേക്ക് അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ട് നേരത്തെ തുന്നിയ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് തുന്നുക കേട്ടോ. ഇവിടെ ഒരു ഇരട്ടി പണി ഉണ്ടായത് എന്താ വെച്ചാൽ, ഇവിടെ ബാക്കിൽ നമ്മളിങ്ങനെ ഒരു കട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ ഇതിൻ്റെ സ്കേർട്ടിലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് അടിച്ചതിന് ശേഷം ആ ഒരു പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ പരിപാടി ഒന്നിച്ചങ്ങ് ചെയ്യുമായിരുന്നു. നമ്മുടെ സമയം ലാഭിക്കാൻ, പണി കുറേ എളുപ്പമാക്കാൻ നല്ലത്. പക്ഷേ അത് ഞാൻ ഓർത്തില്ല. അത് ഓർക്കാത്തത് കൊണ്ട് എന്തുണ്ടായി, ഇരട്ടി പണി എടുക്കേണ്ടി വന്നു മാത്രം. നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോഡി സ്കേർട്ട് പാർട്ടിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നാലാണ് ആ പ്ലാക്കറ്റ് കറക്റ്റായിട്ട് മടങ്ങി വരിക. അത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കരുത്, അതിങ്ങനെ മടക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നിവർത്തി നോക്കുക അതെങ്ങനെയാണ് പ്ലാക്കറ്റ് കറക്റ്റായിട്ട് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഭാഗം മടക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാ കണ്ടോ, എൻ്റെ ബാക്ക് സൈഡ് കൃത്യമായിട്ട് മടങ്ങിയിട്ട് തന്നെ വന്നു. അത് നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പണിങ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ലൈനിങ് വെക്കണം. കാരണം മറ്റത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈനിങ്ങും മെയിൻ പാർട്ടും ഒരുമിച്ചാക്കിയതിന് ശേഷം ആ പ്ലാക്കറ്റ് തുന്നുകയാണെങ്കിൽ ഇപ്പോൾ പരിപാടി കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ബാക്ക് പാർട്ടിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ ഇതേപോലെ തന്നെ ആ ലൈനിങ്ങിൻ്റെ ക്ലോത്തിനെ നടു സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ ഫ്രണ്ട് പാർട്ടിൽ ലൈനിങ് ജോയിൻ ചെയ്ത പോലെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ
ചെറിയ പ്ലീറ്റ്സ്, അധികം പ്ലീറ്റ്സ് ഒന്നും കൊടുക്കാനൊന്നുമില്ല. ആ ഒരു ലൈനിലേക്ക് അലൈൻ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് വെച്ച് ഇതിങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അരവണ്ണം എത്രയാണോ അതിലേക്ക് ഈ ഒരു തുണീനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കുക. അത്ര തന്നെയുള്ളൂ. 2 സ്റ്റിച്ച് കൊടുക്കുക, ബലണ്ടായിക്കോട്ടെ, 2 സ്റ്റിച്ച് കൊടുത്തെടുക്കുക. അതേപോലെ അപ്പുറത്തെ ഭാഗത്തും നമുക്ക് നേരത്തെ ചെയ്ത അതേപോലത്തെ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. തയ്ക്കാനുള്ള എളുപ്പത്തിന് ഞാൻ തുണീനെ ടേൺ ചെയ്ത് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൈയുടെ വശം പറഞ്ഞത് ഈ ഒരു സൈഡല്ലേ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് താഴെ നിന്ന് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ, സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു പ്ലാക്കറ്റ് ഓപ്പണിംഗ് എടുത്തത്, ആ ഓപ്പണിങ്ങിലേക്ക് നമ്മൾ ലൈനിങ്ങിലും അതേപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലോ ആദ്യം, കാലേക്കൂട്ടി നല്ലോണം ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ആകുമ്പോഴല്ലേ അത് വൃത്തിയായിട്ടിരിക്കുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇവിടെ റോ എഡ്ജ് ഒന്നുമില്ല, നമ്മളവിടെ ഒരു മടക്കി ഒരു തുന്നൽ കൊടുത്തുകൊണ്ട് റോ എഡ്ജ് ഇല്ല. അപ്പോൾ അത് നീറ്റായിട്ട് അതിൻ്റെ ഒരു ഓപ്പണിംഗ് വരെ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത പോലെ, റോ എഡ്ജ് കാണാത്ത പോലെ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇരട്ടിപ്പണിയായിരുന്നു. നമ്മൾ ആദ്യമേ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. അത് തന്നെ ബോറടിക്കുന്നുണ്ടായി. എന്തായാലും ബാക്ക് പാർട്ടിൽ ഇങ്ങനെ ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്, ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈനിങ് മെയിൻ ഫാബ്രിക്കായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ആ പ്ലാക്കറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ പണി കുറച്ച് കുറവുണ്ടോ. ഞാനിനി ഇതിൻ്റെ താഴെ 1 ഇഞ്ചോളം ഒന്നിങ്ങനെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വൽ പ്ലാക്കറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഇടയിൽ നൂല് പൊട്ടുന്നുണ്ട്, ടെൻഷൻ മാറുന്നുണ്ട്, സ്റ്റിച്ച് നേരെയാക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക, യൂഷ്വലി നമ്മളൊരു സംഗതി സ്റ്റിച്ച് ചെയ്യാൻ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ വളരെ ഫ്ലോലെസ് ആയിട്ട് അല്ലെങ്കിൽ എഫേർട്ട്ലെസ്ലി ഒന്നും നമുക്ക് ഒരു സാധനം ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ബിഗിനറൊക്കെ ആണെങ്കിൽ വളരെ കഷ്ടപ്പാടായിരിക്കും. കുറേ അഴിച്ചും തിരിച്ചും വീണ്ടും ചെയ്തും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുക. അങ്ങനെ തന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓരോ അബദ്ധം പറ്റുമ്പോൾ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കും കേട്ടോ. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ ബൈ എക്സ്പീരിയൻസ് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ സൈഡ് ജോയിൻ ചെയ്യുകയാണ്, അതും കൂടി നമുക്ക് ജോയിൻ ചെയ്യാനുള്ളൂ. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നല്ലപോലെ ഒരേപോലെ പിടിച്ച് വെച്ച് ഏറ്റക്കുറച്ചിലില്ലാതെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് ആ ഒരു തയ്യൽ തുമ്പ് മാത്രം എടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ എപ്പോഴും പറയേണ്ടത്, എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് ആ ഒരു തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മുടെ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇനി എനിക്ക് ചെയ്യാനായിട്ടുള്ളത് ഇത് കുടുക്ക് തുന്നുക, പിന്നെ ഇതിൻ്റെ ആ റോ എഡ്ജ് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്തിട്ട് അതിന് ഉള്ളിൽ നിന്നൊന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതിന് നോർമലി നമ്മൾ ബ്ലൗസിനൊക്കെ വെക്കുന്ന ഹുക്ക് ഉണ്ടല്ലോ, ആ ഒരു ഹുക്കാണ് തുന്നി കൊടുക്കുന്നത്, വിച്ച് ഇസ് അൺപ്രൊഫഷണൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസ് ബട്ടൺ വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റേ ഫ്രോക്കിൽ ഫസ്റ്റ് കണ്ട പോലത്തെ ബട്ടണും അയ്യൊക്കെ ആയിട്ട് വെക്കുകയാണ് ഒരു ഭംഗി. പക്ഷേ ഇവിടെയുള്ള പ്രസ് ബട്ടൺ പ്ലെയർ വെച്ച് നമ്മളത് ചെയ്താലും ഒരു 4 ഇടൽ കഴിയുമ്പോഴത്തേക്ക് പ്രസ് ബട്ടൺ പറഞ്ഞു പോരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് യൂസ്ലെസ് ആവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വേണ്ട വെച്ചിട്ട് പ്രൊഫഷണലിസം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ലാസ്റ്റ് ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് ഈ ഒരു ഹുക്കും അയ്യും തന്നെ തുന്നി പിടിപ്പിക്കുന്നത്. ഫ്രണ്ടിലേക്ക് കാണുന്നില്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഷോ ബട്ടൺ ബാക്കിൽ കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷോ ബട്ടൺ ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രോക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട് എങ്ങനെയാണ്, എങ്ങനെ അത് ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓൾ ഓവർ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് വിചാരിക്കും. എളുപ്പം തന്നെയാണ്, പക്ഷേ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ കുഞ്ഞു കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫിനിഷിങ് നന്നായിട്ട് കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. റാൻഡമായിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഗതിയല്ല ഒന്നും. ഞാനത് കുടുക്കൊക്കെ തുന്നിക്കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഫ്ലോറൽ പ്രിൻസും എല്ലാതും എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. നല്ല വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രോക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാം.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് കിട്ടിയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടോ അതൊക്കെ നിങ്ങൾ താഴെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.